നമുക്ക് സദ്യയിലെ സ്പെഷ്യലായിട്ടുള്ള ഒരു പൈനാപ്പിൾ കാളൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില എന്നിവ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല വെള്ളം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടിച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ, ചെറിയ തേങ്ങ ചിരകിയത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം തന്നെ അരിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി 1 കപ്പ് തൈര് നല്ലവണ്ണം തന്നെ ഒന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ പൈനാപ്പിളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ അരിച്ചു വെച്ച അരപ്പാദ്യം ചേർത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ ആ മിക്സിൻ്റെ ജാറിൽ കുറച്ചും പട വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുറുകിയ കറിയാണ് കേട്ടോ അതുണ്ടാവുക. ഇനി ഇത് ഞാൻ അരപ്പൊക്കെ തിളച്ച് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് തൈര് ചേർത്തി കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്നും പാടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്തി കൊടുക്കാം. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തി കൊടുക്കാം. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലും ചേർത്തി കുറച്ച് മുളക് പൊടിയും പാട് ചേർത്തിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറി പല രീതിയിൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ചെറിയുള്ളിയൊക്കെ ചേർത്തിയിട്ടൊക്കെ തയ്യാറാക്കാം. അപ്പം നല്ല പഴുത്ത പൈനാപ്പിളൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലൊരു പൈനാപ്പിൾ കാളൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.